രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമ. എത്രയെത്ര രഘുനാഥകീർത്തനം തത്ര തത്ര നമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണ്ണലോചനം മാരുതിം നമത രക്ഷസന്തകം. എല്ലാവർക്കും നമസ്കാരം. വാൽമീകി രാമായണം ഉത്തരകാണ്ഡത്തിലെ 21-ാം സർഗം യമ രാവണ യുദ്ധമാണ് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ സർഗത്തിൽ നമ്മൾ കേട്ടു, ആ നാരദ മഹർഷി രാവണനെ ചെന്ന് കണ്ട് യമധർമ്മരാജാവിനെ പറ്റി പറയുന്നതും സൂര്യപുത്രനായ അദ്ദേഹം ഈ ലോകത്തെ മുഴുവൻ കീഴടക്കിക്കൊണ്ട് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയുന്നു ഒക്കെ. അതിനുശേഷം രാവണൻ യമനുമായി യുദ്ധത്തിന് പുറപ്പെടുന്നതും ആ യുദ്ധത്തിൻ്റെ അവസാനത്തിൽ യമൻ മൃത്യുദണ്ഡ് പ്രയോഗിക്കാൻ ശ്രമിക്കുന്നതൊക്കെയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. രാവണൻ എപ്രകാരമാണോ നമ്മൾ ശ്രീമദ് ഭാഗവതത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ എല്ലാ അഷ്ടദിക്പാലകന്മാരെയും ഒക്കെ ജയിച്ചതായിട്ട് പറയുന്നത്, അതുപോലെ തന്നെ ഇവിടെയും രാവണൻ എല്ലാ ദിക്പാലകന്മാരെയും ജയിക്കുന്നതായിട്ടാണ് പറയുന്നത്. അങ്ങനെ രാവണൻ നാരദൻ്റെ വാക്ക് കേട്ടിട്ട് യമധർമ്മനുമായിട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടി അവിടേക്ക് ചെന്നു. അപ്പോൾ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൃത്യന്മാരൊക്കെ ആ രാവണനെ തടയാൻ ശ്രമിച്ചു. അവരൊക്കെ ആയിട്ട് നല്ല യുദ്ധം നടന്നു. അതിൽ അവരെയെല്ലാം പരാജയപ്പെടുത്തിയിട്ട് ആ യമധർമ്മ രാജാവിനോട് നേരിട്ട് ഏറ്റുമുട്ടി എന്ന് പറയാണ്. അവർ തമ്മിലും അതിഭയങ്കരമായൊരു യുദ്ധം നടക്കുകയുണ്ടായി. അതിൽ പല ആയുധങ്ങളും യമധർമ്മ രാജാവ് പ്രയോഗിച്ചു നോക്കി. അതുകൊണ്ടൊന്നും രാവണനെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്ന് കണ്ടപ്പോൾ അദ്ദേഹം അവസാനമായിട്ട് ആ മൃത്യുദണ്ഡ് എടുത്ത് രാവണനെ അടിക്കാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ അത് ഉയർത്തി അദ്ദേഹം നിൽക്കുമ്പോൾ ആ ബ്രഹ്മദേവൻ അദ്ദേഹത്തിൻ്റെ മുന്നിൽ പ്രത്യക്ഷനായി എന്ന് പറയാണ്. ബ്രഹ്മദേവൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, അല്ലേ യമൻ, അങ്ങ് ഈ ആയുധം രാവണനിൽ പ്രയോഗിക്കരുത്. കാരണം അങ്ങേക്ക് ഈ ആയുധം തന്നപ്പോൾ ഇതുകൊണ്ട് സ്പർശിക്കപ്പെടുന്നവരെല്ലാവരും മരിക്കുമെന്ന് ഉള്ള വരം ഞങ്ങൾ തന്നിട്ടുണ്ട്. പക്ഷേ ഈ രാവണന് ദേവന്മാരിൽ നിന്നോ ഒന്നും മരണമില്ല എന്നും മനുഷ്യനാൽ മാത്രമേ അദ്ദേഹത്തിന് മരണം സാധ്യമാവൂ എന്നുള്ള വരം ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങയുടെ ഈ മൃത്യുദണ്ഡ് കൊണ്ട് പ്രയോഗിച്ചാൽ പോലും രാവണനെ അങ്ങേക്ക് പരാജയപ്പെടുത്താൻ കഴിയുകയില്ല. ആ ഒരു സാഹചര്യത്തിൽ അങ്ങ് രാവണനെ പരാജയപ്പെടുത്താൻ കഴിയാതെ അങ്ങയുടെ മൃത്യുദണ്ഡത്തിന് നാശം സംഭവിക്കുന്നത് നല്ല കാര്യമല്ല. അതുകൊണ്ട് അങ്ങ് തീർച്ചയായിട്ടും ഈ മൃത്യുദണ്ഡിനെ പ്രയോഗിക്കാതിരിക്കണം എന്ന് രാവണനോട് അപേക്ഷിച്ചു. അപ്പോൾ രാവണൻ ആ യമധർമ്മരാജാവ് ബ്രഹ്മാവിനോട് പറഞ്ഞു, ഇതിപ്പോൾ എനിക്ക് പ്രയോഗിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ ഞാൻ ഇവനുമായിട്ട് യുദ്ധം ചെയ്തിട്ട് കാര്യമില്ല. യുദ്ധത്തിൽ ഞാൻ പരാജയപ്പെടുക എന്നുള്ളത് അസാധ്യമായ കാര്യമാണ്. അതുകൊണ്ട് തൽക്കാലം ഞാൻ ഈ മൃത്യുദണ്ഡ് പ്രയോഗിക്കാതെ ഇവനിൽ നിന്നും മറയാം എന്ന് പറഞ്ഞ് ആ യമധർമ്മ രാജാവ് രാവണൻ്റെ മുന്നിൽ നിന്ന് മറഞ്ഞുപോയി എന്ന് പറയാണ്. രാവണൻ അദൃശ്യനായി മാറി എന്ന്. അങ്ങനെ യമധർമ്മ രാജാവ് അദൃശ്യനായതോടുകൂടി രാവണൻ യമധർമ്മ രാജാവിനെ താൻ ജയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്, മരണത്തെ പോലും താൻ ജയിച്ചവനായി തീർന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് മടങ്ങിപ്പോന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സർഗം ഇവിടെ സമർപ്പിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം.